കുറുകെയല്ല കാർ കിടക്കുന്നത്. അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാകുന്നത്. 100% ഉറപ്പ് പറയാം. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്നു, സാബല്യത്തിന് മുന്നിൽ റെഡ് സിഗ്നൽ ഉള്ളപ്പോഴാണ് അവർ സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയുമാണ് ചെയ്തത്. അല്ല, കുറുകെ കിടക്കുന്നത് അതെനിക്കറിയില്ല. ഞാൻ വാഹനം അല്ല ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത്. ബസ്സിന് മുന്നിൽ നിർത്തിയാണ്. എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരുത്തരെയും ഞാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വണ്ടിക്ക് വട്ടം വെച്ചപ്പോൾ എന്നെ മറികടക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഒരു ആനവണ്ടിയും അതിലെ ഉണക്ക ഡ്രൈവറും. ഞങ്ങൾ ആടിനെ പട്ടിയും പട്ടിയെ ആടും ആക്കുന്ന ആൾക്കാരാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ശരിവെച്ചാൽ മതി. പിന്നെ ആർക്കെങ്കിലും കമന്റ് പറയണമെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങളെ ഇത്രയും ഉന്നതിയിലെത്തിച്ച ആ കണക്ക് മാഷെ കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുക. 103 15 രൂപ കുറച്ച് ഉള്ള വില 87